ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊരു റീഡിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർഡ് നോക്കാം, ഏതൊക്കെ കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. ത്രീ ഓഫ് സോർഡ്സ്, ടു ഓഫ് വാൺസ്, ഫോർ ഓഫ് വാൺസ് എന്നീ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാർഡ് ഒരു വേദനയുടെ കാർഡാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വലിയ ആഴത്തിലുള്ള ഒരു ഇമോഷണൽ വേദന, വിശ്വാസനഷ്ടം അല്ലെങ്കിൽ മൂർച്ചയുള്ള വാക്കുകളുടെ പ്രയോഗമൊക്കെ ഉണ്ടായതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വ്യക്തി ആ വേദനയിലാണ് ഇപ്പോൾ കഴിയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു ബാലൻസിങ് വേണ്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു ചിന്താവസ്ഥയിൽ കഴിയുന്നതായിട്ടാണ് കാണുന്നത്. അതായത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവർ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട്, പക്ഷേങ്കിൽ എങ്ങനെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നൊരു ചിന്തയിലാണ് അവരുള്ളത്. എന്നാൽ അവർ നിങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും നിങ്ങളുടെ പഴയ മെമ്മറിയിലൂടെയൊക്കെ അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളുണ്ട്. ഒരു ബ്ലോക്ക് മാറ്റണമോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ അവർ ഇപ്പോഴും നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ഘട്ടത്തിലാണുള്ളത്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് അവർ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവർ അറിയാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ കാർഡാണെന്നുണ്ടെങ്കിൽ ഇതിൽ സന്തോഷത്തിൻ്റെയും റീയൂണിയൻ്റെയും കൂടിച്ചേരലിൻ്റെയൊക്കെ ഒരു കാർഡാണിത്. അവർ ഉടനെ തന്നെ ബ്ലോക്ക് മാറ്റി തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ആ തിരിച്ചു വരവ് വലിയൊരു സന്തോഷം നിറഞ്ഞതും വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു ഒത്തുചേരലിലൂടെയുള്ളൊരു കൂടിച്ചേരലാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടുത്തെ രാശി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുലാം രാശി, മേടൻ രാശി, ധനുരാശി എന്നിവയാണ് കാണുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അതിൻ്റെ എനർജി ഉള്ളത് മേടൻ രാശിയുടെ എനർജിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. എയർ സൈനുണ്ട്, ഫയർ സൈനുണ്ട്. ഇവിടെ എയർ സൈനും ഫയർ സൈനുമാണ് ഇവിടെ കാണുന്നത്. കൂടുതലായിട്ട് എനർജി ഉള്ളത് മേടൻ രാശിയുടെ എനർജിയാണ് കൂടുതലായിട്ടും ഉള്ളത്. താങ്ക് യു.